ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലും ഡൽഹിയിലും ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നമ്മൾ ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ പെട്ട് നിൽക്കുകയാണെങ്കിലും മമതാ ബാനർജി, അവിടുത്തെ മുഖ്യമന്ത്രി, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്തോ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനൊരു മടി. നമ്മളെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാള് ദേശീയ തലത്തിൽ നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും മാനസികാവസ്ഥയാവാം. അങ്ങനെ ഒരു അകലം പാലിച്ചു നിന്നിരുന്ന മമതാ ബാനർജി ദീദി കഴിഞ്ഞ ദിവസം ബംഗാൾ നിയമസഭയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് ഈ വോട്ട് ചോരിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് രസകരമായ കാര്യം. പ്രസംഗിക്കുക മാത്രമല്ല, വോട്ട് ചോരി, BJP ചോരി, മോദി ചോരി, ചോരി ചോരി ചോരി. BJPയുമായിട്ട് നിയമസഭയിലുണ്ടായ തർക്കം രൂക്ഷമായപ്പോഴാണ് അവര് ഈ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചത്. ബംഗാൾ നിയമസഭയിൽ ഉണ്ടായിരുന്നവരെ മാത്രമല്ല, ബംഗാളിനെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രവൃത്തിയാണ് ദീദിയിൽ നിന്നുണ്ടായത്.